ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. ഞാൻ റീമ. അപ്പോൾ ഇന്ന് നിങ്ങൾ തമ്മിലിൽ കണ്ടതുപോലെ തന്നെ IBPS PO പ്രിലിംസിൻ്റെ ഇംഗ്ലീഷിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ തയ്യാറെടുപ്പുകൾ ചെയ്യണം, അതിനെക്കുറിച്ചുള്ള കുറച്ച് ടിപ്സും ട്രിക്സുമാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു സെഷനിൽ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദ സെഷൻ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമുക്ക് ഈ IBPS PO എന്ന് കേൾക്കുമ്പോൾ തന്നെ വളരെ ഒരു ഹൈ ലെവൽ പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു പേടി സ്വപ്നമാണ് അല്ലേ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ നമ്മളെ കൊണ്ട് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിൻ്റെ ഇംഗ്ലീഷ് പാട്ടെന്ന് പറയുന്നത്. വിചാരിക്കുന്ന അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ടോപ്പിക്സ്, ഓരോ ടോപ്പിക് വൈസ് നിങ്ങൾ ഏതൊക്കെയാണ് ഇംഗ്ലീഷിനകത്ത് പഠിക്കേണ്ടത്, ഏതൊക്കെ ഏരിയാസ് നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം, അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതിനോടൊപ്പം തന്നെ വൊക്കാബ്സ് അത് റെഗുലർ ബേസിസിൽ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത് എന്താ നമ്മൾ ചെയ്യേണ്ടത്? ന്യൂസ് പേപ്പർ വായിക്കുക അല്ലേ. ന്യൂസ് പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ വൊക്കാബ് മാത്രമല്ല ഗ്രാമർ പാട്ടും കൂടെ വളരെ നന്നായിട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു റെഗുലർ ബേസിസിൽ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ നിങ്ങൾ വായിച്ചാൽ നമുക്ക് വൊക്കാബ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഗ്രാമർ ടോപ്പിക്സ് ഞാൻ പറഞ്ഞു, ഗ്രാമർ ടോപ്പിക്സിന് വേണ്ടി ന്യൂസ് പേപ്പർ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രാമർ ബുക്സ് റെഫർ ചെയ്യാം. അപ്പോൾ ആ ടോപ്പിക്സിൻ്റെ മെയിൻ കോൺസെപ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഇനി റെഗുലർ ബേസിസിൽ തന്നെ ഒന്നോ രണ്ടോ റീഡിംഗ് കോംപ്രിഹെൻഷൻ്റെ പാസേജസ് ഒന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ ഒരു റീഡിംഗ് കോംപ്രിഹെൻഷനകത്ത് തന്നെ 5 ക്വസ്റ്റ്യൻസ് കാണും. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വൊക്കാബും അതോടൊപ്പം തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്ന് സെറ്റാവും. അതേപോലെ തന്നെ ചില സമയത്ത് നിങ്ങൾക്ക് റീഡിംഗ് കോംപ്രിഹെൻഷൻ മാത്രമായിരിക്കില്ല, അതിനോട് സിമിലർ ആയിട്ടുള്ള പാരഗ്രാഫ് കംപ്ലീഷനും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഈ പാരഗ്രാഫ് കംപ്ലീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൺഫ്യൂസിങ് ആണ്. അതായത് ഒരു പാരഗ്രാഫ് തരും, എന്നിട്ട് അതിൻ്റെ ലാസ്റ്റ് ലൈൻ അല്ലെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ലൈൻ ചിലപ്പോൾ മിസ്സിങ് ആയിരിക്കും. അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ചെയ്യണം, ആ പേര് പറയുന്ന പോലെ തന്നെ. അപ്പോൾ 2 രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും അവർ ബ്ലാങ്ക് ആയിട്ട് തരും. നമ്മളപ്പോൾ കറക്റ്റ് ഓപ്ഷൻ വെച്ചത് കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യുന്നതും നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ ആദ്യം തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ശരി. ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ക്ലോസ് ടെസ്റ്റ്, ഈ കോംപ്രിഹെൻഷൻ പാർട്ടിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു ഏരിയയാണ് ക്ലോസ് ടെസ്റ്റ്. അതേപോലെ തന്നെ പാരാജമ്പിളുടെ ക്വസ്റ്റ്യൻസ്. അതേപോലെ ഗ്രാമറിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞാൽ ഗ്രാമർ മാത്രമായിരിക്കില്ല കേട്ടോ. ചില സമയത്ത് വൊക്കാബ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ കോംപ്രിഹെൻഷൻ വൈസ് നമുക്ക് 3 ഏരിയാസാണ് ഉള്ളത്. ഒന്ന് ക്ലോസ് ടെസ്റ്റ് ഉണ്ട്, പാരാജമ്പിൾ ഉണ്ട്, പിന്നെ ഉള്ളത് നമ്മുടെ RC റീഡിംഗ് കോംപ്രിഹെൻഷൻ. അതുമായിട്ട് കുറച്ച് സിമിലർ ആണ് നമ്മുടെ പാരഗ്രാഫ് കംപ്ലീഷൻ. ഇതെല്ലാം കൂടെ വരുമെന്നല്ല, മാറി തിരിഞ്ഞ് ഒക്കെ വരാം. ചിലപ്പോൾ RC ചോദിച്ചാൽ, റീഡിംഗ് കോംപ്രിഹെൻഷൻ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ എക്സാമിന്, അതായത് ആ ഷിഫ്റ്റിൽ ചിലപ്പോൾ ക്ലോസ് ടെസ്റ്റ് ചോദിച്ചെന്ന് വരില്ല. ചിലപ്പോൾ ക്ലോസ് ടെസ്റ്റും ആയിരിക്കും ചോദിക്കുന്നത്, അതിൻ്റെ കൂടെ ചിലപ്പോൾ പാരഗ്രാഫ് കംപ്ലീഷൻ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ മാറിയും തിരിഞ്ഞൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വൊക്കാബും വരാം, ഗ്രാമറും വരാം. ഇനി നിങ്ങൾ ആദ്യം തന്നെ ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു നല്ലൊരു മെറ്റീരിയൽ, ചിലപ്പോൾ പലരുടെയും കയ്യിൽ പല മെറ്റീരിയൽസ് ഉണ്ടാവും, കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു നല്ല മെറ്റീരിയൽ നിങ്ങൾ റിലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ നിങ്ങളൊന്ന് പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുക. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും കാണാനില്ലല്ലോ. പക്ഷേ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ. പല സൈറ്റുകളിലും പല യൂട്യൂബ് ചാനൽസിലും നമുക്ക് മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ, ട്രെൻഡ് എന്തൊക്കെയാണ്, ഏതൊക്കെ ഏരിയയിൽ നിന്ന് ആ വർഷം ക്വസ്റ്റ്യൻ ചോദിച്ചു, ആ ഷിഫ്റ്റുകളിൽ എന്തൊക്കെയാണ് ഓരോ ഏരിയയിൽ നിന്നുള്ള വെയിറ്റേജ് എന്താണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ PYQ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് പറ്റുമെങ്കിൽ ഒന്ന് നോക്കുക. അതേപോലെ മോക്ക് ടെസ്റ്റുകൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഓവറോൾ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇന്ന രീതിയിൽ ഇന്ന കാര്യങ്ങൾ നമ്മൾ നോക്കണം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇപ്പം തന്നെ ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് മൊത്തത്തിൽ നമുക്ക് ഇംഗ്ലീഷിന് പഠിക്കാനായിട്ട് ഗ്രാമർ പഠിക്കണം. ഒന്ന് ഗ്രാമർ, രണ്ടാമതായിട്ട് പഠിക്കേണ്ടത് വൊക്കാബ്. ഓക്കെ, വൊക്കാബ്.
മൂന്നാമതായിട്ട് പഠിക്കേണ്ടത് കോംപ്രിഹെൻഷൻ. ആ കോംപ്രിഹെൻഷനകത്ത് റീഡിങ് കോംപ്രിഹെൻഷൻ RC വരാം, ദെൻ അതിനകത്ത് ക്ലോസ് ടെസ്റ്റ് വരാം, പാരാജമ്പിൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ, കുറേ സെൻറ്റൻസസ് ജമ്പിൾഡ് ആയിട്ട് കിടക്കും, നമ്മൾ അതിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. റെഗുലർ ബേസിസിൽ ഈ പറയുന്ന മോക്ക് ടെസ്റ്റും മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഇത് മാറി മാറി ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ശരി, കഴിഞ്ഞോ? ഇല്ല. നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ നിങ്ങൾ തന്നെ മനസ്സിൽ സെറ്റ് ചെയ്യുക, ഓക്കെ ഞാൻ ഇത്രയും സമയം എന്താണ് ഞാൻ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് ഞാൻ ടൈം എടുക്കും. കാരണം ചിലർ ഉണ്ടല്ലോ, ചിലരെന്താ ചെയ്തെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് ചിലർ ക്ലോസ് ടെസ്റ്റ് ഒന്നും ചിലപ്പോൾ തിരിഞ്ഞു നോക്കത്തില്ല. എന്തോ വലിയ പാസേജ് കണ്ടു ഞാൻ നോക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അത് അറ്റൻഡ് ചെയ്യാണ്ട് പോകും. അങ്ങനെ വിടരുത്. നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണം. ഉറപ്പായിട്ടും ഇംഗ്ലീഷിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണം. ഒന്ന് വായിച്ചെങ്കിലും പോവുക. നെഗറ്റീവ് വരുത്തണം എന്നല്ല പറയുന്നത്, പക്ഷെ എന്നാലും നിങ്ങളൊന്ന് വായിച്ച് പോവുക. കാരണം ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അതിനകത്ത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ അതിൻ്റെ മട്ടും ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പേടിപ്പെടുത്തുന്ന പോലെ തോന്നും. അതുകൊണ്ട് നിങ്ങൾ ഇത്ര സമയം എന്താണെങ്കിലും ഞാൻ കുറച്ച് സമയമെങ്കിലും ഇംഗ്ലീഷിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യും. അത് ഫുൾ ക്വസ്റ്റ്യൻസും വായിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഒരു ആവറേജ് കാൻഡിഡേറ്റ്, ഓക്കെ, ഭയങ്കര പഠിത്തക്കാരനല്ല, അല്ലെങ്കിൽ ഒരു വീക്ക് സ്റ്റുഡൻ്റ് അല്ല, അങ്ങനെയൊന്നുമല്ല, ഒരു ആവറേജ് ഒരു സ്റ്റുഡൻറ്റിന് ഏകദേശം ഒരു 20 മിനിറ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ, 15 to 20 മിനിറ്റ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ധാരാളം മതി ഈ പറയുന്ന IBPS POയുടെ എല്ലാ ക്വസ്റ്റ്യൻസും പ്രോപ്പറായിട്ട് സോൾവ് ചെയ്യാൻ. ഇത് ഞാനൊരു ആവറേജ് സ്റ്റുഡൻറ്റിൻ്റെ ഒരു ടൈമാണ് പറയുന്നത്, ഒരു 20 മിനിറ്റ്സ്. അങ്ങനെയാണെങ്കിൽ കുറച്ച് അത്യാവശ്യം ഇംഗ്ലീഷിൽ കുറേയൊക്കെ അറിയാവുന്ന ഒരു കുട്ടിക്ക് എത്ര സമയം എടുക്കും? ചിലപ്പോൾ 15 മിനിറ്റ് അല്ലേ, 15 മിനിറ്റോ അത്രയൊക്കെ എടുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 20 മിനിറ്റ് ഇംഗ്ലീഷിന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് എക്സാം ടൈമിൽ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. ഓക്കെ, പ്ലസ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഇപ്പോൾ ആപ്പിനകത്ത് ക്വസ്റ്റ്യൻസും ഉണ്ട്, മോക്ക് ടെസ്റ്റുകളുണ്ട്, പ്രീവിയസ് ഇയർ അതായത് മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്താ ഗുണം? സെയിം സാധനം വരുമോ? സെയിം ക്വസ്റ്റ്യൻ വരുമോ? ഒരിക്കലുമില്ല. സെയിം ക്വസ്റ്റ്യൻ ഒരിക്കലും വരത്തില്ല. പക്ഷേ ആ പാറ്റേണിൽ, ആ ടൈപ്പിൽ പല രീതിയിൽ നമുക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരാം. ആ പാറ്റേൺ ആണ് നമ്മളവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇങ്ങനെ ചെയ്ത് പിന്നെ നമ്മുടെ ആ ഒരു ലെവലും അതേപോലെ ആവും. അതിനുവേണ്ടിയാണ് ന്യൂസ് പേപ്പർ വായിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്പീഡും പെർഫോമൻസും എല്ലാം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ IBPS POയുടെ ഇംഗ്ലീഷിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതിൽ ഓവറോളായിട്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കുക. ആദ്യം ആർട്ടിക്കിൾസിൽ നിന്ന് തുടങ്ങിയിട്ട് എഡിറ്റോറിയലിലോട്ട് വരിക. ഈ എഡിറ്റോറിയൽ വായിച്ചു കഴിഞ്ഞുള്ള ഗുണം എന്ന് പറഞ്ഞാൽ വൊക്കാബ്സ് അതിൽ നിന്ന് കിട്ടും, ഗ്രാമർ പാർട്ട് അതിൽ നിന്ന് കിട്ടും. നിങ്ങളൊരു കോംപ്രിഹെൻഷനെയാണ് നിങ്ങളൊരു ആ ഒരു എഡിറ്റോറിയൽ പാസേജിലൂടെ നിങ്ങൾ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ആ പാസേജിൽ നിന്ന് നിങ്ങൾക്ക് RC നിങ്ങൾക്ക് നോക്കാം, ക്ലോസ് ടെസ്റ്റ് നോക്കാം, പാരജമ്പിൾ നോക്കാം, പാരഗ്രാഫ് കംപ്ലീഷൻ നോക്കാം, എല്ലാം പറ്റും. അപ്പോൾ ഒരു വെടിക്ക് പല പല പക്ഷികളാണ്. അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസും പിന്നെ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേറെ കുറച്ചുകൂടെയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ RC പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പാസേജസ് ഒക്കെ ഒന്ന് റെഗുലറായിട്ടൊന്ന് RCയുടെ കുറച്ച് പാസേജസ് ഒക്കെ ഒന്ന് നോക്കി സോൾവ് ചെയ്യാം. കാരണം പല ബുക്കുകളിലും ഒക്കെ അല്ലെങ്കിൽ വെറുതെ ഗൂഗിളിൽ എടുത്ത് നോക്കിയാലും അതുകൊണ്ട് IBPS PO ലെവലിലുള്ള പാസേജസ് കാണും. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ ഇനി അഥവാ നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ വായിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ പാസേജസ് സോൾവ് ചെയ്താലും നിങ്ങൾക്ക് വൊക്കാബ് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് കിട്ടും. ഓക്കെ, അത് മാത്രമല്ല നിങ്ങളുടെ ഗ്രാമർ കോൺസെപ്റ്റ്സ് ഇപ്പോൾ ഓഫ്ലൈൻ ബാച്ചസിൽ ജോയിൻ ചെയ്തവരുണ്ടാവും, ഓൺലൈൻ ബാച്ചസിൽ ജോയിൻ ചെയ്തവരുണ്ടാവും. അപ്പോൾ കോൺസെപ്റ്റ്സ് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യുക. അവസാന നിമിഷം ഗ്രാമർ ടോപ്പിക്സ് ഒന്നുകൂടെയും റിവൈസ് ചെയ്യുക. എന്നിട്ട് പറ്റുമെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിലും റൈറ്റിങ്ങിലും അത് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. അങ്ങനെ ഇൻക്ലൂഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം, ഓക്കെ ഇത് ഇങ്ങനെയാണല്ലോ പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഗ്രാമറും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ആൻഡ് ഞാൻ പറഞ്ഞതുപോലെ മോക്ക് ടെസ്റ്റും PYQവും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. അതേപോലെ ഓരോ ടോപ്പിക്കിനും ഇത്രയാണ് വെയിറ്റേജ്, അത് അറിഞ്ഞിരിക്കുക.
അതായത് ഇംഗ്ലീഷിനകത്ത് ഇന്ന ഏരിയയിൽ നിന്ന് ഇത്ര ക്വസ്റ്റ്യൻസ് വന്നു. അപ്പോൾ ആ വെയിറ്റേജും കൂടെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അതനുസരിച്ച് നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ ഒന്ന് സ്ട്രാറ്റജൈസ് ചെയ്യാം. അപ്പോൾ ഇതാണ് എനിക്ക് ഓവറോളായിട്ട്, ഞാൻ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിൽ ഓവറോളായിട്ട് ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ IBPS POയുടെ ഇംഗ്ലീഷ് സെക്ഷൻ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, യെസ്. ഇനി നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടോപ്പിക്സും അതിൽ നിന്ന് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും ഇതിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതെന്നാണ് ഞാനിപ്പോൾ പറയുന്നത്. ഞാൻ പറഞ്ഞു നമ്മുടെ കോംപ്രിഹെൻഷൻ പാർട്ട് അല്ലേ, റീഡിങ് കോംപ്രിഹെൻഷൻ അല്ലെങ്കിൽ ക്ലോസ് ടെസ്റ്റ്, ചില സമയത്ത് രണ്ടും കൂടെ വരും. റീഡിങ് കോംപ്രിഹെൻഷൻ ആൻഡ് ക്ലോസ് ടെസ്റ്റ്. പിന്നെ നമ്മുടെ പാരാ ജമ്പിൾ കണ്ടോ. ഈ പാരാ ജമ്പിൾ എന്താ വേർഡ്സ് ജമ്പിൾഡ് ആയിട്ട് അങ്ങനെ കിടക്കും. വേർഡ്സ് ജമ്പിൾഡ് ആയിട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയാം, ഇപ്പോൾ ഒരു സെൻറ്റൻസിനകത്ത് 4 വേർഡ്സ് ബോൾഡായിട്ട് തരും. അതിൽ 2 എണ്ണത്തിൻ്റെ പൊസിഷൻ ചിലപ്പോൾ മാറിയിരിക്കും. ആ രീതിയിലുള്ളത് വരും. വേർഡ് റീഅറേഞ്ച്മെൻറ്റ്. അതേപോലെ തന്നെ നമ്മുടെ സെൻറ്റൻസിനെ റീഅറേഞ്ച് ചെയ്യുന്നത് അത് വരും. ഓക്കെ, ഇത്രയും കണ്ടോ, ഇത്രയും നമ്മുടെ കോംപ്രിഹെൻഷൻ ഏരിയ എന്നാണ് വരുന്നത്. വൊക്കാബ്സ് വേറെ. ആ വൊക്കാബ്സ് വരുന്നത് ഫില്ലേഴ്സിനകത്തു നിന്ന് വരാം. അത് സിംഗിളോ ഡബിൾ ഫില്ലേഴ്സോ ട്രിപ്പിൾ ഫില്ലേഴ്സോ ഒക്കെ വരാം. പിന്നെ എറർ ഡിറ്റക്ഷൻ. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ഷിഫ്റ്റിൻ്റെ ഒരു ഏകദേശം ഒരു ഐഡിയ പറയുകയാണ്. RC ഒരു 8 to 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പാരാ ജമ്പിൾ 6 to 10, അപ്പോൾ 2 പാരാ ജമ്പിൾ ഉണ്ടായിരുന്നു. പിന്നെ എറർ ഡിറ്റക്ഷൻ 4 to 5 ക്വസ്റ്റ്യൻസ്, ഫില്ലേഴ്സ് ചെയ്യുന്ന 5 ക്വസ്റ്റ്യൻസ്, സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ്. അപ്പോൾ സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ് ഈ പറയുന്ന പോലെ അത് സെൻറ്റൻസ് റീഅറേഞ്ച്മെൻ്റ് ആണ്. ഒരു 5 ക്വസ്റ്റ്യൻസ്. ഓക്കെ, 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ 2 to 5 എന്നുള്ള രീതിയിലാണ് പല ഷിഫ്റ്റ് ചെയ്തുള്ള കിട്ടിയതാണ്. അപ്പോൾ പാരാ ജമ്പിളിനകത്ത് വേർഡ് സ്വാപ്പ് ആയിരിക്കും. ഓക്കെ, പിന്നെ ക്ലോസ് ടെസ്റ്റ് അതും ഈ പറഞ്ഞ പോലെ തന്നെ 5 or 6 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ചില സമയത്ത് 6 ക്വസ്റ്റ്യൻസ് ക്ലോസ് ടെസ്റ്റിനകത്ത് വന്നിട്ടുണ്ട് ചില ഷിഫ്റ്റിനകത്ത്. ചില ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഏകദേശം കണ്ടോ, ഈ ഒരു ഇതെല്ലാം കൂടെ വന്നു എന്നല്ല, ഓൾമോസ്റ്റ് പല ഷിഫ്റ്റ് ചെയ്തുള്ള ഓൺ ആൻ ആവറേജ് എടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വൊക്കാബ്സും ഇതുപോലെ തന്നെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് IBPS POയുടെ പ്രിലിംസിന് ഇംഗ്ലീഷിൽ നിന്ന് വരുന്നത്. അപ്പോൾ ടോട്ടലായിട്ട് നോക്കുവാണെങ്കിൽ ഇത്രയും സാധനം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു മെത്തേഡ് നമ്മളൊന്ന് ഫോളോ ചെയ്താൽ മതി. പ്രോപ്പറായിട്ട് നിങ്ങൾ ഈ പറയുന്ന എല്ലാം, ഗ്രാമർ ആയിക്കോട്ടെ വൊക്കാബ് ആയിക്കോട്ടെ, ഇതെല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചു തുടങ്ങുക. പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇംഗ്ലീഷ് നിങ്ങൾ പേടിക്കുകയേ വേണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ അത് പറഞ്ഞപ്പോൾ ഇത്രയും പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഞാൻ അതുകൂടെ പറയട്ടെ. നമ്മുടെ ഇംഗ്ലീഷിന് അറിയാലോ, പ്രിലിംസിന് 30 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇംഗ്ലീഷിന് 30 ക്വസ്റ്റ്യൻസാണ്. ബാക്കി 2 35 വെച്ചാണ്. നമുക്ക് ഇംഗ്ലീഷിന് 30 ക്വസ്റ്റ്യൻസ് ആണ്. 30 മാർക്ക് തന്നെ. അപ്പോൾ ആ 30 മാർക്ക് നമുക്ക് എളുപ്പത്തിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നെഗറ്റീവ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ. 0.25 നെഗറ്റീവ് ഉണ്ട്. അതൊക്കെ അപ്പോൾ പ്രോപ്പറായിട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പം ഈ പ്രിലിംസ് ആദ്യം കഴിയട്ടെ, എന്നിട്ട് ഞാൻ മെയിൻസിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് തന്നെ നിങ്ങൾ എഴുതുക, പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം. താങ്ക് യു ഓൾ. ടേക്ക് കെയർ ആൻഡ് ബൈ.